പണ്ടൊക്കെ എൻ്റെ മുടി ഭയങ്കര ചകിരിനാര് പോലെയായിരുന്നു. അപ്പോൾ എത്ര എണ്ണ വെച്ചാൽ അത് മുടിയിലേക്ക് കയറില്ലായിരുന്നു. ഞാൻ പല ഹെയർ പാക്കുകളും പല ഹെയർ ഓയിലുകളും ഒക്കെ മാറ്റി മാറ്റി ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എന്ത് ചെയ്തിട്ടും മാറ്റം ഉണ്ടായില്ല. ആ ടൈമിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു റൂട്ടീനാണ് ഹെയർ ഡീപ്പ് ഓയിലിംഗ് ചെയ്യുക എന്നുള്ളത്. അത് 2 ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ, അതായത് നമുക്ക് നല്ലപോലെ ടൈം കിട്ടുന്ന ഒരു ദിവസം. നമ്മൾ നോർമലി എണ്ണ തേക്കില്ല, അത് തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടി പ്രോസസ്സ് കൂട്ടി കുറച്ച് ടൈം എടുത്ത്, അതായത് ഓരോ ആൾക്കാരുടെയും മുടിയിലേക്ക് എണ്ണ പെനിട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് വ്യത്യാസമുണ്ട്. അതിന് പോറോസിറ്റി എന്നൊക്കെ പറയും. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് ഓയിലിംഗ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ കുറച്ചധികം സമയത്ത് തലയിൽ വെക്കും. എൻ്റെ ഡ്രൈ ഹെയർ ആയതുകൊണ്ടാണ്. ഈ ഓയിലി ഹെയർ അതുപോലെ താരൻ ഇഷ്യൂ ഉള്ള ആൾക്കാരൊന്നും ഒത്തിരി നേരം ഓയിൽ തലയിൽ വെക്കാൻ പാടില്ല. പക്ഷേ ഡീപ്പ് ഓയിലിംഗ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും മുടിയുടെ ഡ്രൈനെസ് കുറയാനും സ്മൂത്ത് ആവാനും പൊട്ടിപ്പോകുന്നത് കുറയാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഒരു +2 വരെയൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കാച്ചി എണ്ണയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് ആയപ്പോൾ എണ്ണ കൊണ്ടുപോകും, പക്ഷെ എപ്പോഴൊന്നും ഉപയോഗിക്കാൻ പറ്റാറില്ല. അങ്ങനെ അതിൻ്റെ കുറഞ്ഞു വന്നു. ഇപ്പോൾ ഞാൻ കാച്ചി എണ്ണയും യൂസ് ചെയ്യും. ചില സമയങ്ങളിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നോർമൽ കോക്കനട്ട് ഓയിൽ എല്ലാം യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ വെർജിൻ കോക്കനട്ട് ഓയിലാണ്, കാരണം വീട്ടിലാണ് കാച്ചി എണ്ണ ഇരിക്കുന്നത്. നിങ്ങൾ ഡീപ്പ് ഓയിലിംഗ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഓയിലിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് പറയാം. നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാച്ചി എണ്ണ: കുറച്ച് കറിവേപ്പില, കുറച്ച് ഉലുവ, കുറച്ച് ആര്യവേപ്പില, അതുപോലെ കുറച്ച് തുളസി, വേണമെങ്കിൽ ചെമ്പരത്തിയുടെ ഇലയോ പൂവോ കുറച്ച് ഒരു ബൗളിൽ കുറച്ചൊരു സ്റ്റീൽ പാത്രത്തിൽ ഓയിൽ എടുത്തിട്ട് അതിലേക്ക് ഇതൊക്കെ ജസ്റ്റ് കഴുകിയിട്ട് ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 to 8 മിനിറ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. തീ നല്ലപോലെ കുറച്ച് വെക്കണം. അപ്പം തന്നെ നമ്മുടെ ഓയിലിൻ്റെ കളർ കുറച്ച് മാറി വരും. ആ ഓയിൽ ചൂടാറിയിട്ട് അല്ലെങ്കിൽ ഇളം ചൂടോടെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഡീപ്പ് ഓയിലിംഗ്. അതായത് പ്രത്യേകിച്ച് തലയോട്ടിയിൽ യൂസ് ചെയ്യുന്നത് ഭയങ്കര ബെറ്ററാണ്. താരനുള്ളവർക്കും സ്കാൽപ്പ് ഇഷ്യൂസ് ഉള്ളവർക്കും ഒക്കെ നല്ലതാണ്. ഇനി ഒരുപാട് താരനുള്ള ആൾക്കാർ ഓയിൽ കുറേ സമയം തലയിൽ വെക്കാനും പാടില്ല. ഞാനിപ്പോൾ തേക്കുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്, അതായത് വെന്ത വെളിച്ചെണ്ണ എന്നൊക്കെ പറയും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബേബിക്ക് യൂസ് ചെയ്യുന്നതാണ്, ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നല്ലപോലെ തലയോട്ടിയിലും മുടിയിലൊക്കെ ആദ്യം കൈ വെച്ച് തന്നെ നല്ലപോലെ തേച്ച് കൊടുക്കുക. പ്രത്യേകിച്ച് ഹെയറിൻ്റെ എൻസിൽ അവിടെ എണ്ണ എത്താൻ ഭയങ്കര പാടാണല്ലേ. അപ്പം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യുക. ടൈം കിട്ടുമ്പോൾ ഒക്കെ ഹെയർ മസാജ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം കിട്ടുന്ന ദിവസങ്ങളിൽ ചെയ്യും. ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത് ഇതെന്ന് പറയുന്നത് എന്താ പറയുക, നമ്മളെ തന്നെ കെയർ ചെയ്യുന്നതാണ് അല്ലേ. നമ്മുടെ ഹെയർ ആയിക്കോട്ടെ, ഫേസ് ആയിക്കോട്ടെ, നമ്മുടെ ഒരു മീ ടൈം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നല്ലപോലെ ടൈം എടുത്ത് ആസ്വദിച്ച് ഇങ്ങനെ ഭയങ്കര റഷായിട്ട് അങ്ങനെ ചെയ്യരുത്. കുറച്ച് ആസ്വദിച്ച് ടൈം എടുത്ത് നല്ലപോലെ മസാജ് ചെയ്ത് ഓയിലിംഗ് ചെയ്യുക. എനിക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്ന മെസ്സേജാണ് പെട്ടെന്ന് മുടി വളരാനുള്ള ടിപ്പ് എന്താണെന്നൊക്കെ. അങ്ങനെ ഒരു എളുപ്പ വഴിയില്ല. നമ്മുടെ ഹെയർ കെയർ എന്നൊക്കെ പറയുന്നത് ടൈം കൺസ്യൂമിങ് ആണ്, ടൈം എടുക്കും. പതുക്കെ മുടി വളരുള്ളൂ. അപ്പം നമ്മൾ അതിന് വേണ്ടി കൊടുക്കുന്ന ടൈം, അതാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അല്ലാതെ ഒരു പെട്ടെന്നൊരു ഓയിൽ തേച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഹെയർ പാക്ക് ഇട്ടത് കൊണ്ടോ ഒന്നും പെട്ടെന്നൊരു അത്ഭുതമൊന്നും സംഭവിക്കാൻ പോണില്ല. അപ്പം ടൈം എടുത്ത് ഇപ്പം ഹെയർ ഓയിൽ ചെയ്യുന്ന, ഞാൻ ഈ ഡീപ്പ് ഓയിലിംഗ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, അത് നമുക്ക് ഫ്രീ ആയ ദിവസങ്ങളിൽ മാത്രം ചെയ്താൽ മതി. അല്ലാണ്ട് ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യണം അങ്ങനെ ഒരു നിർബന്ധമല്ല. ടൈം കിട്ടുന്ന ദിവസങ്ങൾ നല്ലപോലെ ചെയ്യാം. അപ്പം ഞാൻ കൈ വെച്ചിപ്പോൾ ഫുള്ളൊന്ന് ഹെഡിലും അതുപോലെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് ഒരു കോമ്പ് വെച്ചിട്ട് ചീകി കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ മുടിയുടെ എല്ലാ ഭാഗത്തും ഓയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ്. ഇനി ഞാൻ സ്കാൽപ്പിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഒരു കോട്ടൺ യൂസ് ചെയ്തിട്ട് അതിൽ ഓയിലാക്കിയിട്ടാണ് ഞാൻ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്കാൽപ്പിലേക്ക് നല്ലപോലെ ഓയിൽ പെനിട്രേറ്റ് ആവും. ഇത് ഏറ്റവും ബെറ്റർ. ഞാൻ നേരത്തെ ഒരു ഓയിൽ ഉണ്ടാക്കുന്ന പറഞ്ഞല്ലോ, അത് നിങ്ങൾ ഒരു ബൗളിൽ എടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഞാനിങ്ങനെ ചെയ്യുന്നത് പാത്രം താഴെ ഇരിക്കുന്ന പോയി എടുക്കാനുള്ള മടി കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആ ബൗളിൽ ഡിപ്പ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്കാൽപ്പിൽ നല്ലപോലെ എണ്ണ നിൽക്കും. ഇങ്ങനെ ഹെയർ ഓരോ പാർട്ടീഷൻ എടുത്തെടുത്ത് എല്ലാ ഭാഗത്തും ഓയിൽ എത്തുന്ന രീതിയിൽ വേണം ചെയ്തു കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കോമ്പ് യൂസ് ചെയ്യാം. മുടി 2 സൈഡിലിട്ട് ഒരു കോമ്പ് വെച്ച് വകച്ചിലെടുത്തെടുത്ത് അങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. തലയോട്ടിയിൽ നല്ലപോലെ ഓയിൽ എത്തണം. ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്പ് ഓയിലാണെങ്കിൽ അത് നമ്മുടെ സ്കാൽപ്പിന് ഭയങ്കര ബെനിഫിറ്റും ഉണ്ട്. ഈ സമയത്തും നമ്മൾ ചെറുതായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂടുന്നത്. മാത്രമല്ല നമ്മൾ ഇങ്ങനെ ഡീപ്പ് ഓയിലിംഗ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ കുറച്ചധികം ഹെയർ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങൾ ചിലവർ ചോദിക്കാറുണ്ട്, ഷാമ്പു ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ ഹെയർ പാക്ക് ഇടുമ്പോൾ ഒക്കെ മുടി അധികം പോകുന്നുണ്ട്, അത് എന്തുകൊണ്ടാണ്? അതൊരിക്കലും ഇതൊന്നും ചെയ്യുന്നത് കൊണ്ട് മുടി പോകുന്നതല്ല. ഓൾറെഡി നമ്മുടെ ഇപ്പോൾ ഇളകി കിടക്കുന്ന മുടി ഉണ്ടാവില്ലേ, നമ്മുടെ തലയോട്ടിൽ നിന്ന് ലൂസായി കിടക്കുന്നത്. അപ്പം നമ്മൾ മസാജൊക്കെ ചെയ്യുമ്പോൾ അതിങ്ങ് കൊഴിഞ്ഞു വരുന്നതാണ്. അല്ലാതെ ഇങ്ങനെ മസാജ് ചെയ്തത് കൊണ്ടോ പാക്സ് യൂസ് ചെയ്തത് കൊണ്ടോ ഒന്നും മുടി അങ്ങനെ കുറേ പോയില്ല. പിന്നെ ചില ആൾക്കാരുടെ ഡൗട്ടാണ്, ഡെയിലി ഓയിൽ ചെയ്യണോ, ഡെയിലി ഷാമ്പു ചെയ്യണോ, ഡെയിലി ഹെയർ വാഷ് ചെയ്യാവോ? അതൊക്കെ ഡിപ്പെൻസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മുടി സ്കാൽപ്പ് വൃത്തിയായിരിക്കണം, അതിനാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. ഹെയർ ഓയിലിംഗ് ഡെയിലി ഒരുപാട് ചെയ്യേണ്ട, കുറച്ച് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഓയിലൊക്കെ ഇട്ട ശേഷം ഇങ്ങനെ തല താഴോട്ട് ഇട്ടിട്ടാണ് കേട്ടോ മസാജ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടെ നമ്മുടെ ഹെഡിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. നിങ്ങൾ
ഹെയർ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഈ ടൈപ്പിൽ ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതാണ്. എപ്പോഴും അല്ല, ടൈം കിട്ടുമ്പോൾ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നല്ലപോലെ ഹെഡ് മസാജ് ചെയ്യുക മുടിയുടെ എല്ലാ ഭാഗത്തും. ഞാനിപ്പോൾ ഇത്രയും ഓയിൽ തേച്ചിട്ടും എൻ്റെ മുടിയിൽ ഒട്ടും ഓയിൽ കാണാനില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടി എടുത്തിട്ട് ടിപ്സിലും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് എല്ലാ ഹെയറിലും ഇങ്ങനെ ആയിരിക്കില്ല. എൻ്റെ ഹെയർ ഈ ഒരു ടൈപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഓയിലി ഹെയർ ഒക്കെ ആണെങ്കിൽ ഇത്രയും ഓയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഒരു ബോളൊക്കെ തേച്ചാലും ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഹെയർ കിടക്കുന്നത്. മാക്സിമം ഓയിലിനെ മുടിയിലേക്ക് എത്തിക്കുക, അതാണ് നിങ്ങളുടെ ഇന്നത്തെ ഉദ്ദേശം. അപ്പം ഇതൊക്കെ ചെയ്ത ശേഷവും ഞാനൊരു കോമ്പ് വെച്ചിട്ട്, അതായത് വൈഡ് ടീത്തുള്ള കോമ്പായിരിക്കണം കേട്ടോ. അതായത് നല്ല അകലമുള്ള ചീപ്പ് വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ മുടി ഒരുപാട് പൊട്ടിപ്പോയി ഈ സമയത്ത്. അപ്പം നല്ലപോലെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഹെയറിലേക്ക് ഓയിൽ പിടിക്കും. അതിനാണ് ഇങ്ങനെ എപ്പോഴും ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നല്ലപോലെ ഹെഡ് മസാജ്, അതായത് ഇങ്ങനെ എന്താ റഫായിട്ടല്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ചെയ്താൽ മതി, ഭയങ്കര ജെന്റിലായിട്ട് ചെയ്താൽ മതി. അപ്പം നല്ലപോലെ ഒരു ഹെഡ് മസാജും കൂടി കൊടുക്കുക. നമ്മളൊന്ന് റിലാക്സ്ഡ് ആവണം, ഇങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാനല്ല, കുറച്ച് റിലാക്സ്ഡ് ആയിട്ട്. അതിനുശേഷം കുറച്ച് നേരം മുടി കെട്ടി വെക്കുക. എൻ്റെ ഇപ്പോൾ ഡ്രൈ ഹെയർ ആയതുകൊണ്ട് എനിക്കൊരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വെക്കുന്നതിൽ കുഴപ്പമില്ല. താരൻ ഇഷ്യൂ ഉള്ളവരൊന്നും ഇത്രയും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 10 to 15 മാക്സിമം. ഓയിലി ഹെയർ ഉള്ളവരും അങ്ങനെ തന്നെ. പിന്നെ തലവേദനയൊക്കെ ഉള്ളവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ കുറച്ചധികം മുടി പോയിട്ടുണ്ട്, അത് നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഞാനൊരു ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഹെയർ വാഷ് ചെയ്ത്. എന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു മൈക്രോ ഫൈബർ ടവൽ വെച്ച് കെട്ടി വെക്കുന്നുണ്ട് ഉണങ്ങാൻ. ഈ ഒരു മൈക്രോ ഫൈബർ ടവൽ യൂസ് ചെയ്യുമ്പോണ്ടല്ലോ പെട്ടെന്ന് മുടി ഉണങ്ങാനൊക്കെ ഹെൽപ്പ് ചെയ്യും, ഡ്രൈനെസ് കുറക്കാനും നല്ലതാണ്.